ഊന്നുകല്ലിന് സമീപം ദേശീയപാതയോരത്ത് അടച്ചിട്ടിരിക്കുന്ന ഹോട്ടലിന്റെ സെപ്റ്റിക് ടാങ്കിലേക്കുള്ള ഡ്രെയിനേജിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കൊന്ന് ഒളിപ്പിച്ചതാണെന്നാണ് നിഗമനം. കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. ഫോറൻസിക് സംഘവും പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ പരിസരത്ത് ദുർഗന്ധം ഉയർന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുറുപ്പമ്പടി വേങ്ങൂരിൽ നിന്ന് കാണാതായ സ്ത്രീയുടേതാണ് മൃതദേഹമെന്ന് സംശയിക്കുന്നുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കെട്ടിടത്തിൽ 2 ദിവസം മുമ്പ് ആരോ അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണം കണ്ടെത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടമ ഫാദർ മാത്യൂസ് കണ്ടോന്ത്രയ്ക്കൽ ഊന്നുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞാൻ തൊടുപുഴയും പൈങ്ങോട്ടൂരും പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഈ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തൊടുപുഴയ്ക്ക് പോകുന്നത്. തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ യാതൊരു കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് കിടക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ ഒരു കാര്യങ്ങളിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരിക. ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കൂടെ ഈ മെയിൻ്റനൻസ് വർക്കുകാർ എന്ന് പറയുമ്പോൾ ഇലക്ട്രീഷ്യൻകാരുണ്ട്, അതുപോലെ തന്നെ പെയിൻറ്റിങ് അടിക്കാനുള്ളവരുണ്ട്, എൻ്റെ സുവിശേഷകരായ എൻ്റെ കൂടെ ദീപക്ക്, അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പം കണ്ട കാഴ്ച, ഞാൻ ഔട്ട് ഹൗസിൻ്റെ അങ്ങേ ഭാഗത്ത് താഴ് തകർത്തിട്ടിരിക്കുന്നതായി കാണുവാണ്. അത് 20-ാം തീയതി ഏതാണ്ട് ഒരു 4:30 ഞാൻ കാണുന്നത്, 4:45 കാണുന്നത്. അവിടെ താഴ് തകർത്തിട്ടിരിക്കുന്നത് കണ്ടു. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ അല്പം ബ്ലഡ് പോലെ എനിക്ക് തോന്നി, അവിടെ കിടക്കുന്ന പോലെ തോന്നി. ഞാൻ വേറെ ഒന്നും അടിച്ചില്ല. അതിൻ്റെ പൂർണ്ണമായ രൂപം സ്റ്റേഷനിൽ പറയുകയും ഞാൻ കണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു. വേഗം തന്നെ അവർ വളരെ കാര്യോപയോഗമായിട്ട് അതെടുത്ത് അപ്പം തന്നെ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതാണ് അവസ്ഥ. അപ്പം എനിക്ക് അവരോട് പറഞ്ഞു, പോലീസുകാർ ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞു, ഇതിൽ പൂർണ്ണമായൊരു ക്ലാരിറ്റി വരുത്തി തരണം. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആ ക്ലാരിറ്റി വരുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഭംഗിയായിട്ടുണ്ടായി. എന്നെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അവർ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു. ഇതാണ് സംഭവം. അതിനുശേഷം ഞാൻ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വിളിച്ച് ഫ്രണ്ട് മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല്ല് എനിക്ക് തോന്നി. എൻ്റെ കൂടെ എൻ്റെ സുവിശേഷകരുണ്ട്, ആ കൂട്ടത്തിൽ ഒന്നിച്ച് മാത്യൂസ് ബ്രദറും ദീപക്ക്, ഞങ്ങളെല്ലാം ഒന്നിച്ച് കയറി കഴിഞ്ഞപ്പോൾ സ്മെല്ല് അനുഭവപ്പെട്ടു. ആ സ്മെല്ല് അങ്ങനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ വന്ന് അതിൻ്റെ വേണ്ടതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, അന്വേഷിച്ച് വേണ്ടതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും അവരെ അറിയിച്ചു, അവർ വേണ്ടതുപോലെ ചെയ്തു. ഇതിൻ്റെ ആദ്യം ഇവിടെ ഹോട്ടൽ റെൻറ്റിന് പോയിരുന്നു. അത് പിന്നീട് അവർ വിദേശത്ത് പോകാൻ എന്തോ സാഹചര്യം കൊണ്ട് അവർ വെക്കേറ്റ് ചെയ്തു. പിന്നെ അടുത്ത ആൾ എടുത്തു. ആളിപ്പോൾ മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്ന് കൂതാശ ചെയ്ത ശേഷം പിന്നെ ഇത് മേളിൽ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുകയോ ഞാൻ താമസിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് കൊണ്ട്, ഈ ഹോട്ടലിൻ്റെ പണി പൂർത്തീകരിക്കുന്ന അനുബന്ധിച്ച് വേണം ഇവിടെ കൂതാശ ചെയ്യാൻ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതാണ് കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്ക് വന്നു പോകും. കൊലപാതകം നടത്തിയവരാകാം കെട്ടിടത്തിൽ കടന്നതെന്നാണ് നിഗമനം. ഈ കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമാക്കിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. GTV ന്യൂസ്, കവളങ്ങാട്.